മനീഷിന്റെ വിവരങ്ങളൊന്നും അറിയാത്തതിൽ മനം നൊന്ത് സുമിത്രയും അനിലയും. ഹരിപ്രസാദ് നന്ദനയോട് നാളെ തന്നെ രജിസ്റ്റർ മാരേജിന് റെഡിയാകാൻ പറയുന്നു. ഹരിപ്രസാദുമായി ഒന്നിച്ച് ജീവിക്കാൻ മുത്തശ്ശിയുടെ അനുഗ്രഹം തേടി നന്ദന. പ്രതിഭയിൽ നിന്നും ഫോൺ വാങ്ങി ഹരിപ്രസാദിനെ വിളിക്കുന്ന നന്ദന കോവിലകത്തു നിന്നും ഹരിപ്രസാദിന്റെ അരികിലേക്ക്. നന്ദന പുറപ്പെട്ട വിവരം രഘുനാഥവർമ്മയെ അറിയിക്കുന്ന പ്രതിഭ. ഇനി തുടർന്ന് കാണുക. അമ്മ ഇത് വല്ലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടോ? കൊച്ചുമോള് പോയിരിക്കുക ഇഷ്ടപുരുഷന്റെ കൂടെ. ഇവിടെ അവളുടെ കല്യാണത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസേ ഉള്ളൂ. ചതിയല്ലേ അവള് കാണിച്ചത്? ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേച്ചിട്ട് അവള് പോയിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം വെറും പൊട്ടന്മാരും പൊട്ടികളുമാണെന്ന് അവളുടെ വിചാരം. ആ വിചാരം ശരിയല്ലെന്ന് അവൾ അറിയും. മുത്തശ്ശിയുടെ ആശീർവാദവും മനസ്സമ്മതവും ഒക്കെ വാങ്ങിയിട്ടായിരിക്കും യാത്ര എന്ന് എനിക്കറിയാം. ഇനി എന്തായി തീരുന്നു നോക്കാം നമുക്ക്. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നല്ലേ നേരത്തെ പറഞ്ഞത്? അതെ, ഇനി വഴിയിൽ എന്തെങ്കിലും തടസ്സം? ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് നോക്കാന്നേ. ഹരി, താൻ 5 മിനിറ്റ് ലേറ്റ് ആയപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. ഓട്ടോ കിട്ടാൻ വൈകി. എത്ര ചേട്ടാ? 100. ആരും കണ്ടില്ലല്ലോ? ഇല്ല. വേഗം വണ്ടി എടുക്കണം. ശരിയടാ. അതിനെ പരിചയമുള്ള ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പോണം.
ടൗൺ വിട്ടൊരു 10 കിലോമീറ്ററോടെ കഴിഞ്ഞ സമാധാനമായി. MC റോഡ് ഒഴിവാക്കിയല്ലേ നമ്മൾ പോകുന്നത്? അതെ അതെ, റൂട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. കൊട്ടാരക്കര കഴിഞ്ഞ് ഏനാത്തി എന്നിട്ട് റൈറ്റ്, അടൂര് ടച്ച് ചെയ്യാതെ നേരെ പത്തനംതിട്ട, അവിടെ നെരിനേലി കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട തൊടുപുഴ വഴി മൂവാറ്റുപുഴ. തൃശ്ശൂർ എത്തിയിട്ട് വീണ്ടും കുറച്ചു പേര് മെയിൻ റോഡ് പിടിക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മൾ എത്ര കിലോമീറ്റർ കടന്നിരിക്കും? ആവശ്യത്തിന് ഡീസൽ ഉണ്ടല്ലോ അല്ലേ? ഫുൾ ടാങ്ക് രാവിലെ അടിച്ചോളൂ. ടെൻഷൻ ഉണ്ടോ തനിക്ക്? ഹരിയേട്ടനെ കാണുന്നവരെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എന്റെ കാര്യം നോക്കാൻ ആളുണ്ടല്ലോ ഇനി. പിന്നെന്തെങ്ങനെ വീർപ്പ് കൂട്ടിയിരിക്കുന്നേ? അറിയില്ല. ചേച്ചി നല്ല കാപ്പി ഒരു കിലോ എടുക്കട്ടെ? അതെ, ഈ തുണിക്കട ഇന്ന് തുറന്നില്ലേ? അതിന് തുറക്കും തോന്നുന്നില്ല. അതെന്താ? അപ്പൊ ചേച്ചി വിവരങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ. ഇതിന്റെ മുതലാളി ഒരു പെണ്ണിനെ കൊണ്ട് മുങ്ങി. അവിടുത്തെ സെയിൽസുകളായിരുന്നു. മുതലാളിയും തൊഴിലാളിയും തമ്മിൽ പ്രേമം. നാട്ടുകാര് പിടികൂടി കെട്ടിച്ചെന്നാ കേൾക്കുന്നത്. എന്തായാലും പുള്ളി അവളുടെ കൂടെ താമസം. ആ പെണ്ണിന്റെ വീട് എവിടെയാ? അതെനിക്ക് അറിഞ്ഞൂടാ. കൊള്ളാവുന്ന വീട്ടിലെ പയ്യനാണെന്നാ തോന്നുന്നേ. പെണ്ണത്ര ശരിയല്ല. അവന്റെ കാര്യത്തില് ഒരു തീരുമാനമായി. ചാവാനാണ് അവരെ ട്രെയിനിലും പോകും.
അതെ, നേരം 2:30 വല്ലതും കഴിക്കണ്ടേ? നല്ല വിശപ്പുണ്ട്. ഭേദപ്പെട്ടതിൽ ഹോട്ടൽ മുമ്പിൽ നിർത്ത്. ദേ, അവിടെ ഒരെണ്ണം കാണുന്നു. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വാ കഴിക്കാം. എനിക്ക് വേണ്ട, ഹരിയേട്ടൻ പോയിട്ട് വാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇനി ഒരുപാട് ദൂരം പോകാനുള്ളതാ. ക്ഷീണിച്ചു പോവും. വന്നേ. വേണ്ടാഞ്ഞിട്ടാ. ഹരിയേട്ടൻ കഴിച്ചിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം. ഒറ്റയ്ക്ക് കാറിലിരിക്കാനോ? നല്ല കാര്യമായി. താനിത് എന്ത് ഭാവിച്ചാ? വാ അങ്ങോട്ട്. എത്രയായി? 50 രൂപ. മനീഷേട്ടനെ കണ്ടോ അമ്മേ? എവിടെ ചെന്ന് കാണാനാ? അതീ പിന്നെ കട തുറന്നിട്ടില്ല. അവനെക്കുറിച്ചൊരു അറിവുമില്ല. അപ്പുറത്തെ ഇപ്പുറത്തെ കടക്കാരെന്ത് പറഞ്ഞു? എല്ലായിടത്തും കയറി ചെന്ന് ചോദിക്കാൻ അഭിമാനമുള്ള കാര്യമാണോടി അവൻ ചെയ്തത്. പരിചയമുള്ള ആരും കാണരുതെന്നാ ഞാനപ്പോ പ്രാർത്ഥിച്ചത്. അച്യുതമ്മാൻ പറഞ്ഞത് ആ പെണ്ണിന്റെ വീട്ടിലേട്ടൻ താമസം തുടങ്ങിയെന്നാ. കേട്ടുകഴിവല്ലാതെ നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ലല്ലോ. ഇത്രയും ദിവസമായിട്ട് പോലും ഇങ്ങോട്ടൊന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ. വിളിച്ചിട്ട് അവൻ എന്ത് പറയും? കല്യാണം കഴിഞ്ഞെന്നോ അതോ വിരുന്നിന് പോയിരിക്കാന്നോ? അബദ്ധം പറ്റിപ്പോയതിന്റെ കുറ്റബോധം കാണും. എന്തായാലും കുറെ ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും. വന്നില്ലെങ്കിൽ എവിടാന്ന് വെച്ചാ ഞാൻ ചെന്ന് പിടിച്ചു കെട്ടിക്കൊണ്ട് വരും. അപ്പൊ ആ പെണ്ണോ? അതെനിക്കറിയണ്ട. എന്റെ മനസ്സറിവോടെ അവൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഏത് പെണ്ണ്? അവൻ ഏതെങ്കിലും ഏടാ കൊടുത്ത് ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവനാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ ഉള്ളൂ, മനീഷ് കട തുറക്കണം. അതല്ലാതെ ഈ വീട് കഴിഞ്ഞുകൂടാൻ ഒരു നിവൃത്തിയില്ല. എന്നും തുറന്നിരുന്നാൽ തന്നെ കച്ചവടം ഇല്ല. അതിൻ്റെ കൂടെ അടച്ചിട്ടിരുന്നാലോ? ഉണ്ടായിരുന്ന വീട് സ്ഥലവും വിറ്റുകിട്ടിയ കാശ് കൊണ്ട് തുടങ്ങിയതാ. അതിങ്ങനെ പൂട്ടിക്കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനീഷേട്ടൻ ആ പെണ്ണിന്റെ വീട്ടുകാരെ വിട്ടില്ലെങ്കിലോ അമ്മേ? എങ്കിൽ ആ വീടിന്റെ മുന്നിൽ ഞാൻ തീ കൊളുത്തി ചാവും. സുമിത്രക്കിനി എന്തു നോക്കാനാ? മാനം പോയി, ജീവിതം പോയി, പിന്നെ എന്തിനു ഉയിരോടെ ഇരിക്കണം? മക്കളുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ചു കിട്ടിയ ഒരു അമ്മയല്ലേ. പക്ഷേ ചാവുന്നതിന് മുമ്പ് അവനെ കൊണ്ട് ഞാൻ എല്ലാത്തിനും കണക്ക് പറയിച്ചിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല.
വലിയ ആലോചന? മുത്തശ്ശിയുടെ കാര്യം ഓർത്തുപോയി ഞാൻ. സംഭവിച്ചതെന്താണെന്ന് അമ്മായി പറഞ്ഞു കാണൂ? ഏയ് ഇല്ല. അമ്പിളിയെ കണ്ടിട്ട് താൻ തിരിച്ചില്ലെന്ന് നോക്കിയിരിക്കുകയായിരിക്കും പാർട്ടി. രാത്രിയായിട്ട് സംശയം തുടങ്ങും. അപ്പോഴേക്കും നമ്മൾ വയനാട്ടിലെത്തിയിരിക്കും. ഇളയമാവൻ സ്ഥലത്തില്ലല്ലോ. തൃശ്ശൂർ വിവരം അറിയിച്ച് പ്രതാപവർമ്മയും പിന്നെ മൂത്തമാവനും കൂടി ഓപ്പറേഷൻ തുടങ്ങുമ്പോഴേക്കും മിക്കവാറും നാളെയാവും. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാം ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത്. ഉദയന്നൂരിന്ന് രാവിലെ ഇറങ്ങിയതും ഹരിയേട്ടന്റെ അടുത്ത് എത്തിയതും ഇപ്പൊ ഈ പോകുന്നതും എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് കാണണ്ട. ഇനിയുള്ള സ്വപ്നങ്ങൾ നമ്മൾ ഒരുമിച്ചാ കാണുന്നത്. നന്ദന, വാ ഇറങ്ങാം. ഇന്ന് നമ്മൾ ഈ ഹോട്ടലിലാ സ്റ്റേ. ഹോട്ടലിലോ? അതെന്തിനാ? കണ്ണൂരെത്താൻ ഇനി മണിക്കൂറുകൾ പിടിക്കും. ആ സമയത്ത് യാത്ര ശരിയാവില്ല. ഒന്നാമതേ ആർക്കും അത്ര പരിചയമില്ലാത്ത റൂട്ട്. അതുകൊണ്ട് ഇന്നിവിടെ തങ്ങിയിട്ട് ഏളി മുണങ്ങി യാത്ര തുടരാം. റൂംസൊക്കെ വിഷ്ണു നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ടെൻഷനില്ല. അതെ, കഥ പറയാൻ സമയം തരാം. ഇറങ്ങി വരാൻ രണ്ടുപേരും. അതെ, എത്ര മണിക്ക് ചെക്കൗട്ട് ചെയ്യുന്നു പറയണം? രാവിലെ ഒരു 5 മണിക്ക് വിടാം. എത്ര രൂപ വേണോ ഇപ്പോൾ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എടാ നീ പൈസ വാങ്ങിക്കേ. ഒന്ന് ചുമ്മാതിരി ഹരി. ആ പിന്നെ 2 റൂമാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഒരു റൂം നമുക്ക്, ഒരു റൂം നന്ദനയ്ക്ക്. വാ.